Hi learners, welcome to I+ Training Solutions. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ നെറ്റിനും സെറ്റിനും നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ് അപ്പം നമുക്കറിയാം നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് മാറി മറ്റൊരു ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കൂടുതലും ഈ മാനുഫാക്ചറിങ് കൺസേൺസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്കാണ് കൂടുതലും ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത് അല്ലേ. കാരണം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസിനസ്സുകൾക്ക് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. പല തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഓവർ ഹെഡുകളെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് പല തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ ഒന്നോ രണ്ടോ അല്ല ഒരുപാട് കോസ്റ്റുകളുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകളെ പറ്റിയിട്ട് ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിയാലോ. പല തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ട്. ജസ്റ്റ് നമുക്കൊരു സിമ്പിൾ മീനിങ്ങും സിമ്പിൾ എക്സ്പ്ലനേഷൻസും മതി. ഒരുപാട് തിയറട്ടിക്കലായിട്ടൊന്നും വേണ്ട. ഓരോന്നും എന്താണ് കോൺസെപ്റ്റ് മാത്രം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൂടെ നോക്കി പോകാം. അപ്പൊ കോൺസെപ്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. പല തരത്തിലുള്ള കോസ്റ്റുകൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതങ്ങ് മനസ്സിൽ പതിഞ്ഞോളും. അപ്പൊ നമുക്ക് പല തരത്തിലുള്ള കോസ്റ്റുകളെ നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആകാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റോ ഡയറക്റ്റ് ലേബർ കോസ്റ്റോ അങ്ങനെ പല തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടല്ലോ. അതിലെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാ? കോസ്റ്റസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടോ ഒരു ജോബിനോടോ ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്ട്ലി അതിനെ നമുക്ക് ട്രേസ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലേക്കോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒരു ജോബിലേക്കോ ഒരു പ്രോസസ്സിലേക്കോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ. സിംപ്ലി പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഇത്രയാണ് ഇത് വേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഡയറക്റ്റ് കോസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആകും. റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ് ഒക്കെ. ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് ഒരു പെന്ന് നിർമ്മിക്കണമെങ്കിൽ ഒരു പേന നിർമ്മിക്കണമെങ്കിൽ എത്ര മെറ്റീരിയൽസ് വേണം, എത്ര രൂപയുടെ മെറ്റീരിയൽസ് വേണം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ അട്രിബ്യൂട്ട് ചെയ്തോടെ ഡയറക്റ്റ്ലി നമുക്കൊരു പ്രൊഡക്റ്റിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലെ. ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതൊരു കാറ്റഗറിയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു വൺ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിലേക്ക് മാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അത് സിംപ്ലി പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമൺ കോസ്റ്റുകളാണ്. ഇപ്പോ ഫാക്ടറി റെന്റ്, സൂപ്പർവൈസർ സാലറി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാത്തിനും ഇപ്പൊ ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ ഒരു പേന നിർമ്മിക്കാൻ റെന്റിന്റെ എത്ര പോർഷൻ വേണ്ടി വന്നു എന്ന് നമുക്ക് ഡയറക്ട്ലി അതിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. നമുക്ക് ഒരു യൂണിറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ മെറ്റീരിയൽ കോസ്റ്റിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയി. ഇപ്പോൾ ഒരു ഫർണിച്ചർ നിർമ്മിക്കണമെങ്കിൽ അതിന് എത്ര വുഡ് വേണം, ഒരു ടേബിൾ നിർമ്മിക്കാൻ എത്ര രൂപയുടെ തടി വേണം, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടേബിളിന് എത്ര രൂപയുടെ വുഡ് വേണം എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ കോസ്റ്റിനെ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ നമ്മൾ ഗമ്മ് യൂസ് ചെയ്യും, പോളിഷുകൾ യൂസ് ചെയ്യും അല്ലെ, പോളിഷ് അടിക്കും അതിന്റെ മുകളിൽ. അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റുകളാണ്. കാരണം എന്തുകൊണ്ടാ? അതൊക്കെ ഇൻഡയറക്റ്റ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര വേണം എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുമോ?
ഒരു ഫർണിച്ചറിന് നമുക്ക് ഇത്ര പശ വേണം, നമ്മൾ ഈ ഗമ്മൊക്കെ ഒരു ബോക്സാണ് വാങ്ങുന്നത്, അത് എല്ലാ ഫർണിച്ചേഴ്സിനും നമ്മൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് യൂസ് ചെയ്യും. പോളിഷ് നമ്മളൊരു ടിൻ വാങ്ങി വെക്കും, എല്ലാത്തിനും നമ്മളത് അടിക്കുന്നുണ്ട്, കോമൺ ആയിട്ട് എല്ലാത്തിനും വേണ്ടി വരുന്നതാ. അപ്പൊ ആ ഒരു ടിൻ പോളിഷിൽ എത്രത്തോളം പോർഷനാണ് ഈ ഒരെണ്ണത്തിന് വേണ്ടി വന്നത് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോസ്റ്റുകളെ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഫാക്ടറി റെന്റും സൂപ്പർവൈസറുടെ സാലറിയും ഒക്കെ. നമുക്ക് വേജ്, ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കോസ്റ്റാ. കാരണം ആ ഒരു ഫർണിച്ചർ, ഒരു മേശ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയത്തില്ലേ ഒരു ഗോൾഡ് ഒക്കെ, സ്വർണം, പണിക്കൂലി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സ്വർണം, ആ ഒരു മാല നിർമ്മിക്കാനായിട്ട് പണിയുന്ന ആൾക്ക് എത്ര കൂലി വേണ്ടി വന്നു, അത് ഡയറക്റ്റ് കോസ്റ്റാ. ഡയറക്ട്ലി ആ ഒരു എലമെന്റിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ സൂപ്പർവൈസറുടെ സാലറി, സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ആ ഒരു മാല പണിയാൻ മാത്രമാണോ, ഒരു സൂപ്പർവൈസറെ മാത്രം നമ്മൾ ഒരു അപ്പോയിന്റ് ചെയ്യുകയാണോ ചെയ്യുക? അല്ല, ആ ഒരു സൂപ്പർവൈസർ എൻറ്റയർ ഫാക്ടറിയിലും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളിലേക്കും അത് കിടക്കുന്നുണ്ട്. അല്ലാതെ ഒരു പ്രൊഡക്റ്റിന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി അതിനെ അട്രിബ്യൂട്ട് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ ട്രേസ് ചെയ്യാനോ പറ്റില്ല. എല്ലാത്തിനും ഉണ്ട്, കോമൺ ആയിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. പിന്നെയുള്ളത് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്കറിയാം, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകളാണ്. അത് നമുക്ക് ലേബറും മെറ്റീരിയലും ഫാക്ടറി ഓവർ ഹെഡ്സ് ഒക്കെ വരാം. ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജിങ്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഉണ്ടാകുന്ന കോസ്റ്റുകൾ. അപ്പോൾ മാനേജ്മെന്റ് ലെവലിലും അല്ലെങ്കിൽ പ്ലാനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. നമുക്ക് ഓഫീസ് റെന്റും അഡ്മിൻ സാലറിയൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തണം, അതിനുവേണ്ടി നമുക്ക് സെല്ലിങ്ങിന് വേണ്ടി നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകളെ നമുക്ക് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാം. ആ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന അഡ്വർടൈസിങ് എക്സ്പെൻസുകളും സെയിൽസ്മാൻ കമ്മീഷനും ഒക്കെ സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് പറയാം. പിന്നെയുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരും. കോസ്റ്റ് ടു ഡെലിവർ ദ ഗുഡ്സ്, അതായത് എൻ്റെ യൂസറുടെ കയ്യിലേക്ക് ആ ഗുഡ്സ് എത്താൻ ഉണ്ടാകുന്ന കോസ്റ്റുകളാണ് പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആയിട്ട് പറയാം. പിന്നെയുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിന്റെ എണ്ണം അനുസരിച്ച് ചേഞ്ച് വരാത്ത കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കോസ്റ്റാ. ഫാക്ടറി റെന്റ് ഒരു ഫിക്സഡ് കോസ്റ്റാ. നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് അത്രയും തന്നെ അല്ലേ, കൂടാനോ കുറയാനോ പോകുന്നില്ല. മാനേജർ സാലറി, റെന്റ്, ഇതൊക്കെ നമുക്ക് ഫിക്സഡ് കോസ്റ്റിൽ പറയാം. ഫിക്സഡ് കോസ്റ്റുകളെ പറ്റി ഒരു കാര്യം ഓർത്ത് വെക്കണം. നമ്മുടെ ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും എന്നൊരു കാര്യം ഓർക്കുക. പെർ യൂണിറ്റ്. കാരണം ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റിലേക്കും വ്യാപിച്ചു കിടക്കുന്നതാ. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 രൂപ തന്നെയാണ്, 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിന്റെ എണ്ണം കൂടുമ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും, അല്ലെ? പിന്നുള്ളത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റുകളുടെ പ്രത്യേകത അറിയാമല്ലോ, വേരി ചെയ്യും, അല്ലെ? വേരീസ്, അതായത് നമ്മുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതിന് നമുക്ക് മെറ്റീരിയൽസും ഫ്യൂവലും ഒക്കെ, റോ മെറ്റീരിയൽസും ഫ്യൂവലും ഒക്കെ വേരിയബിൾ കോസ്റ്റാണ്. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് അല്ല 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ കൂടും, അല്ലെ? മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും, അതാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിനെ പറ്റിയും ഒരു കാര്യം ഓർത്ത് വെക്കാം, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റാ. അതായത് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം. വേരിയബിൾ കോസ്റ്റ് ഇപ്പൊ 100 രൂപയാണ്. 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 200 ആകും. 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 300 ആകും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് കൂടുന്നത്. എണ്ണം ഔട്ട്പുട്ട് അനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടും. പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് അല്ലേ? ഒരു യൂണിറ്റിന് 10 രൂപയാണെങ്കിൽ എത്ര അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒരു യൂണിറ്റിന് 10 വെച്ച് തന്നെയല്ലേ വരുന്നത്. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെയുള്ളത് സെമി വേരിയബിൾ കോസ്റ്റുകളാണ്. അതായത്
അത് ഫിക്സഡുമാണ് വേരിയബിളുമാണ്. ഒരു പരിധി വരെ ഫിക്സഡും അതിനുശേഷം വേരിയും ചെയ്യുന്ന കോസ്റ്റുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ്. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പ്രത്യേകത, നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരു മിനിമം ചാർജ് നമുക്ക് ഉണ്ടാകും. അതാണ് ഫിക്സഡ് കോസ്റ്റ്. അതിനുശേഷം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും അല്ലേ. അതാണ് നമ്മുടെ സെമി വേരിയബിൾ കോസ്റ്റ്. പിന്നെയുള്ളത് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റുകളാണ്. കൺട്രോളബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൺട്രോളിന്റെ പരിധിയിലുള്ള കോസ്റ്റുകളാണ് കൺട്രോളബിൾ കോസ്റ്റ്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ. പ്രൊഡക്ഷൻ കുറച്ചാൽ മതി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാ. അൺകൺട്രോളബിൾ എന്ന് പറഞ്ഞാൽ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണ് അൺകൺട്രോളബിൾ കോസ്റ്റ്. ഇപ്പൊ ബിൽഡിംഗ് റെന്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും റെന്റ് അത്രയും തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റുകളെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാസം ഉണ്ടായ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ഓൾറെഡി ഇൻകർ ചെയ്ത് കഴിഞ്ഞ കോസ്റ്റുകളാണ്. ദെൻ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന കോസ്റ്റ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളാണ് അല്ലെ. ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര കോസ്റ്റ് ഉണ്ടാകും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റുകളെ നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയാം. ബജറ്റഡ് കോസ്റ്റ് ഫോർ നെക്സ്റ്റ് ക്വാർട്ടർ, ഇപ്പോൾ അടുത്ത ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് മൊത്തം ചെലവ് ഇത്ര ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെക്കും. അതൊക്കെ നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയാം. പിന്നെയുള്ളത് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുമായിട്ടല്ല റിലേറ്റ് ചെയ്യുന്നത്, ഒരു പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ്, ഒരു പീരീഡിലെ കോസ്റ്റുകളാണ്. ഇപ്പോൾ ഓഫീസ് റെന്റ്, സാലറി, ഇതൊക്കെ ഒരു പീരീഡിലേക്കല്ലേ കൊടുക്കുന്നേ. എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ, പ്രൊഡക്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഒരു പീരീഡിൽ ഇത്രയാ, നമുക്കിപ്പോൾ ഒരു മാസം ഇത്ര റെന്റ്, ഒരു മാസത്തെ സാലറി എന്നൊക്കെ പറയും. എന്നാൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ് നമ്മുടെ ഈ വേജും മെറ്റീരിയലും ലേബറും ഒക്കെ. കാരണം അത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് വരുന്നത്. പീരീഡ് കോസ്റ്റ് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ദെൻ റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് റെലവന്റ് ആയിട്ടുള്ള കോസ്റ്റുകളാണ് റെലവന്റ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ന്യൂ മെഷീൻ ഫോർ എ പ്രൊജക്ട്, അതൊക്കെ റെലവന്റ് കോസ്റ്റുകളാണ്. ഇറലവന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫ്യൂച്ചർ ഡിസിഷൻസിനെ ഒന്നും അഫക്ട് ചെയ്യാത്ത, ആവശ്യമില്ലാത്ത, നമുക്ക് വേണ്ടാത്ത കോസ്റ്റുകളാണ് അല്ലേ. അത് നമ്മുടെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിനെ ഒന്നും അഫക്ട് ചെയ്യത്തില്ല. പാസ്റ്റ് സങ്ക് കോസ്റ്റുകളുണ്ട്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇൻകർ ചെയ്തു, ഇനി അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കോസ്റ്റുകളാണ് സങ്ക് കോസ്റ്റ്. അതൊക്കെ നമുക്ക് ഇറലവന്റ് കോസ്റ്റിൽ പറയാം. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ബെനിഫിറ്റ് ലോസ്റ്റ് ഫ്രം ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബെനിഫിറ്റുകളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ എനിക്ക് ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യാം, ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യാം. എനിക്ക് എൻ്റെ കമ്പനിയിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്യാം അല്ലെങ്കിൽ ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യാം. ഞാൻ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് തിരഞ്ഞെടുത്തു. അപ്പോൾ ക്ലോത്ത് ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ എനിക്ക് കിട്ടിയേക്കാവുന്ന പ്രോഫിറ്റുകൾ, അതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതാണ് ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഓൾട്ടർനേറ്റീവ്, നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഒരു ഡിസിഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതായിരുന്നു ചൂസ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റുകളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പൊ എനിക്ക് എൻ്റെ മുന്നിൽ ഒരു ഐസ്ക്രീമും ഉണ്ട്, അതേപോലെ തന്നെ കോഫി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അങ്ങനെ ഞാൻ ഐസ്ക്രീം എടുത്തു, ഐസ്ക്രീം കഴിച്ചു. അപ്പൊ എൻ്റെ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ, ഞാൻ കോഫി കുടിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ, അതാണ് ഐസ്ക്രീം കഴിച്ചപ്പോൾ ഉണ്ടായ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ. ഫോർഗോൺ സാലറി വെൻ സ്റ്റാർട്ടിങ് എ ബിസിനസ്, അതായത് ഇപ്പം അതിനൊരു എക്സാമ്പിൾ ആ ഫോർഗോൺ സാലറി വെൻ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ്. അപ്പൊ എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ, ഞാൻ ഈ സ്വന്തമായിട്ടൊന്നും ബിസിനസ് ചെയ്യാതെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറിയിരുന്നുവെങ്കിൽ എനിക്ക് സാലറി കിട്ടത്തില്ലായിരുന്നോ മാസം. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തത് കൊണ്ട് എനിക്ക് കമ്പനിയിലൊന്നും ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ പോയിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടിയേക്കാവുന്ന സാലറി, അതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി സ്പെൻഡ് ചെയ്ത കോസ്റ്റുകളാണ്, ഇനി നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ മണി സ്പെൻഡ് ഓൺ അബാൻഡൻഡ് പ്രോജക്റ്റ്, ഇതൊക്കെ നമുക്ക് സങ്ക് കോസ്റ്റിൽ പറയാം. ദെൻ
മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ഉണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റുകളാണ് മാർജിനൽ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് അഞ്ച് പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയാകുന്നു? ഒരു പേന കൂടി അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെ നമുക്ക് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ്. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ പ്രോജക്റ്റ് എയും ഉണ്ട്, പ്രോജക്റ്റ് ബിയും ഉണ്ട്. രണ്ടിന്റെയും കോസ്റ്റിന്റെ ഡിഫറൻസ് ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. പ്രോജക്റ്റ് എയുടെ കോസ്റ്റ് 10 രൂപ, പ്രോജക്റ്റ് ബിയുടെ കോസ്റ്റ് 20 രൂപ. അപ്പൊ അവിടെ ഡിഫറൻഷ്യൽ കോസ്റ്റ് 10 വരും. കാരണം രണ്ട് പ്രൊജക്റ്റ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസുകളാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ദെൻ റീപ്ലേസ്മെന്റ് കോസ്റ്റ് നമുക്കറിയാം, ഒരു അസറ്റിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന കോസ്റ്റുകളാണ് അല്ലെ. കോസ്റ്റ് ടു റീപ്ലേസ് ആൻ അസറ്റ് ടുഡേ. നമ്മുടെ കയ്യിലൊരു മെഷീനറി ഉണ്ട്, ഈ മെഷീനറി ഇന്ന് എനിക്ക് മാറ്റി പുതിയൊരെണ്ണം വാങ്ങണമെങ്കിൽ എത്ര രൂപ വരും? അതാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. പിന്നെയുള്ളത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ തന്നെ വരും, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് നോട്ട് ആക്ച്വലി പെയ്ഡ് ബട്ട് അസ്യൂംഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന കോസ്റ്റ് ഒന്നും അല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകത്തില്ല, പക്ഷെ അത് ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അത് സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ള റിസോഴ്സുകളുടെ ഓൾട്ടർനേറ്റീവ് യൂസ്, നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ള റിസോഴ്സുകളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ലൈക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതും ഒരു ഫോർഗോൺ ചെയ്യുന്ന ബെനിഫിറ്റുകളാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ഓർഗനൈസേഷൻ അകത്തെ റിസോഴ്സുകൾ ഉണ്ടല്ലോ, ക്യാപിറ്റലും ലേബറും ലാൻഡും ബിൽഡിങ്ങും ഒക്കെ നമ്മുടെ ഓർഗനൈസേഷന്റെ സ്വന്തം റിസോഴ്സുകൾ ഉണ്ട്. ഈ റിസോഴ്സുകൾ നമ്മൾ ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റുകൾ, അതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളുടെയും നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വരും. ഇവിടെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ റിസോഴ്സുകൾ, ആ റിസോഴ്സുകളുടെ ഒരു ഓൾട്ടർനേറ്റീവ് യൂസ് നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പൊ എന്റെ സ്വന്തം ഓർഗനൈസേഷനിലേക്ക് ഞാൻ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് ഞാൻ എന്റെ കമ്പനിയിൽ ഇടാതെ ഒരു ബാങ്കിൽ കൊണ്ട് ഇട്ടിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടിയേക്കാവുന്ന ഇൻട്രസ്റ്റ്, അത് ഇവിടെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇംപ്യൂട്ടഡ് കോസ്റ്റുകൾ എല്ലാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളാണ്. പക്ഷെ എല്ലാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇംപ്യൂട്ടഡ് ആകണമെന്നില്ല. ഇംപ്യൂട്ടഡ് ആകണമെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള റിസോഴ്സുകളുടെ ഓൾട്ടർനേറ്റീവ് യൂസ് വരണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിനെ പറ്റി പഠിക്കാനുള്ളത്. കോസ്റ്റിങ്ങിനകത്ത് ഈ പല തരത്തിലുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. താങ്ക് യു ആൾ.